നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ചും നമ്മൾ എങ്ങനെ നമ്മളായി എന്നതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ, നമ്മൾ ആരാവണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതൊക്കെ നിങ്ങളോട് നിങ്ങളല്ലാത്ത മറ്റൊരാൾ വന്ന് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ധാരണയില്ലേ നിങ്ങൾ എന്തായിത്തീരുമെന്ന്, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവെന്ന്? ആ ധാരണയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്കറിയാം, AV ഹാജി പൊളിറ്റിക്കൽ സ്കൂളിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഗേൾസ് മീറ്റിലാണ് നമ്മളിരിക്കുന്നത്. ഈ ഒരു വേദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ സ്കൂളിലാണ് ഈ ഒരു പെൺകുട്ടികൾ കൂടിയിരിക്കുന്നത്. എന്താണ് ഈ പൊളിറ്റിക്കൽ സ്കൂളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിരന്തരമായി നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്കൂളിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഗേൾസ് ഗാദറിങ് സംഘടിപ്പിക്കുമ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട്. സാധാരണയിൽ കവിഞ്ഞ് മറ്റെന്തോ മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ സ്കൂളിൻ്റെ ഇൻറ്റൻഷനകത്തുള്ളതാണ്, ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിനകത്തുള്ളതാണ്. AV ഹാജി എന്ന് പറയുന്ന ഈ നാടിൻ്റെ, നമ്മളൊക്കെ ജീവിച്ചു പോകുന്ന ഈ നാടിൻ്റെ ഒരു വലിയ നവോത്ഥാന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിന് നിദാനമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേരിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ആ മനുഷ്യൻ്റെ പേരിനും ആ മനുഷ്യൻ്റെ പ്രവർത്തികൾക്കും നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്വാധീനത്തിൻ്റെ തുടർച്ച ഒരു പക്ഷെ അവിടെ അവസാനിക്കരുത്, ഇനിയും ഉണ്ടാവണമെന്ന ഈ നാട്ടുകാരുടെ നിർബന്ധമാണ് നമ്മളെ ഇവിടെ എത്തിച്ചേർത്ത് നിൽക്കുന്നത്. ഉണ്ടാവണം, തുടർച്ചകൾ ഉണ്ടാവണം. എന്തിൻ്റെ തുടർച്ചകളാണ് ഉണ്ടാവേണ്ടത്? തുടർച്ചകൾ ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ തുടർച്ച ഉണ്ടാവണം. ചരിത്രത്തിൽ ഒരുപക്ഷെ നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ചീത്തതിനെ കുറിച്ച് സംസാരിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക, തെറ്റുകൾ ആവർത്തിക്കുക എന്നുള്ളതല്ല നമുക്കുള്ള മറുപടി അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള വഴി. പക്ഷേ പ്രൗഢഗംഭീരമായ ചരിത്രമുണ്ട്, മനോഹരമായ ചരിത്രമുണ്ട്, ആവേശം കൊള്ളിക്കുന്ന ചരിത്രമുണ്ട്. ആ ചരിത്രം ആവർത്തിക്കപ്പെടുക തന്നെ വേണം. അത്തരത്തിലുള്ള ചരിത്രങ്ങളെ കുറിച്ച് പറയാൻ പലപ്പോഴും നമുക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ഒരാളെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് കേവലം ഒരു കഥയല്ല എന്ന ഒരു ഉറപ്പ് എനിക്കുണ്ട്. കേരളത്തിൽ ജീവിച്ച് മരിച്ച നമ്മളെപ്പോലെ ഒരു സഹോദരിയായ, ഒരു പക്ഷേ നമുക്കൊക്കെ മോഡലാക്കാവുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ആകാംക്ഷാപൂർവ്വം നോക്കി കാണേണ്ടുന്ന ഒരു സ്ത്രീയുടെ കഥ. 1918 കേരളത്തിൽ ജനിച്ച് പിന്നീട് തിരുവിതാംകൂറിൻ്റെ ഭാഗത്ത് ഒരുപാട് നവോത്ഥാന പ്രക്രിയകൾക്ക് ഹേതുവായിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥ. ഹലീമ ബീവി എന്നാണ് അവരുടെ പേര്. നിങ്ങളെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ഹലീമ ബീവിയുടെ കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1918 എന്ന് പറയുന്ന വർഷത്തിന് അല്ലെങ്കിൽ അവർ ജനിക്കുന്ന വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ 2022 എന്ന് പറഞ്ഞ ഈ പുതുവർഷത്തിന് തൊട്ടു മുൻപുള്ള വർഷം 2021 എന്ന് പറഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് 100 വർഷങ്ങൾക്ക് മുൻപുള്ള 1921 കുറിച്ചും 1921 കോഴിക്കോട് അടങ്ങുന്ന, മലപ്പുറം ജില്ല അടങ്ങുന്ന, മലബാർ മുഴുവനും അടങ്ങുന്ന ഒരു പ്രദേശത്തുണ്ടായിട്ടുള്ള വലിയ മലബാർ സമരത്തെക്കുറിച്ചുമാണ്. ഒരുപക്ഷെ മലബാർ സമരം എന്ന് പറയുന്നത് ഞങ്ങൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയുടെ പല താലൂക്കുകളിലായി വ്യാപിച്ചു കിടന്ന ഒരു വലിയ സമരമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ആ ചർച്ചകളുടെ തുടർച്ചയായിക്കൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 1918 എന്ന് പറയുമ്പോൾ ഈ നാട്ടില് അത് മലബാറിൽ മാത്രമല്ല, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുൻപാണല്ലോ നമ്മൾ ഉൾക്കൊള്ളുന്ന മലയാളം സംസാരിക്കുന്ന മലയാള ദേശത്തും ഇന്ത്യയൊട്ടാകെയും വലിയ തരത്തിലുള്ള സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടാവുന്ന കാലമാണ്. ആ കാലത്താണ് ഹലീമ ബീവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നത്. ഹലീമ ബീവി ജനിച്ചതിന് ശേഷം ഒരുപാട് കാലം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് ഓരോ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് സഹോദരിമാരുണ്ട്. മലബാർ പ്രദേശത്തിന്റെ ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
ഇംഗ്ലീഷും മലയാളവും എഴുതാനുള്ള കഴിവാണ് വിദ്യാഭ്യാസത്തിന്റെ മാനദണ്ഡം എന്നുള്ള മാനദണ്ഡം എടുത്ത് ഉപേക്ഷിച്ചാൽ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉള്ള നാടും ചരിത്രവും ആ സമയത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും പൊതുവിൽ സ്ത്രീകൾ പഠിക്കരുത്, അല്ലെങ്കിൽ എഴുതരുത്, അവർ മാളികപ്പുറത്ത് കയറരുത് എന്നൊക്കെ നിരന്തരമായി ആളുകൾ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഹലീമ ബീവിയെ പോലൊരു സ്ത്രീ ജനിക്കുന്നതും വളരുന്നതും. അവർ മലബാറിലല്ല, തെക്കൻ കേരളത്തിലാണ്. അവർ വളരുന്ന കാലത്ത് കുട്ടികളെ സ്കൂളിൽ വിടാൻ രക്ഷിതാക്കൾ വൈമനസ്യം കാണിച്ചിരുന്നു. അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. പെൺകുട്ടികളാകുമ്പോൾ തീരെ സ്കൂളിൽ വിടൂല. സ്കൂളിൽ വിടാതിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം പെൺകുട്ടികൾ പഠിച്ചാൽ വഴിവഴച്ചു പോകുന്നുള്ളൊരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ അങ്ങനെ ചെയ്യണ്ട എന്നുള്ള വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഹലീമ ബീവി തന്നെ ഓർത്തു പറയുന്നുണ്ട്, അവര് 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ അവർ കേട്ടിട്ടുള്ള ഒരു പ്രഭാഷണം എന്ന് പറയുന്നത്, പെൺകുട്ടികളെ എഴുത്ത് പഠിപ്പിക്കരുത്, പെൺകുട്ടികളെ മാളികപ്പുറത്ത് ഏറ്റരുത് എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള പബ്ലിക് സ്പേസുകൾ നിഷേധിക്കുക എന്ന് ഭയങ്കര പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന കാലമായിരുന്നു. ആ കാലത്ത് ഹലീമ ബീവിയുടെ ഉമ്മ ഒരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുമെന്നുള്ളതായിരുന്നു ആ തീരുമാനം. സ്കൂളിൽ വിടും, മതവിദ്യാഭ്യാസം നൽകും, ഭൗതിക വിദ്യാഭ്യാസം നൽകും. ഞാൻ എൻ്റെ മക്കൾക്ക് അവർക്ക് സാധ്യമാവുന്ന ഇടം വരെ പഠിക്കാനുള്ള അവസരം നൽകുമെന്നുള്ള ഹലീമ ബീവിയുടെ ഉമ്മയുടെ ഒരു നിശ്ചയദാർഢ്യം അവർ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഹലീമ ബീവിയെ മാത്രമല്ല, അവരുടെ സഹോദരിമാരെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുന്ന കാലത്ത് 10-17 വയസ്സ് വരെ ഹലീമ ബീവിയെ പഠിപ്പിക്കാൻ അവരുടെ ഉമ്മക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഭയങ്കര സമരമാണ് കേട്ടോ, പോരാട്ടമാണ്. സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുക എന്നുള്ളത് പോരാട്ടമാണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം വരുന്നില്ലേ? ഇപ്പം നമ്മൾ മക്കൾക്ക് മടി, സ്കൂളിലൊക്കെ പോവാന്ന് പറയുമ്പോൾ, കോളേജിലൊക്കെ പോവാന്ന് പറയുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. ഈ ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യമായിരുന്നു, ഹലീമ ബീവി എന്ന് പറയുന്ന സ്ത്രീയുടെ ഉമ്മയുടെ നിശ്ചയദാർഢ്യമായിരുന്നു ഈ മക്കൾ സ്കൂളിൽ പോവാന്നുള്ളത്. അതിനുവേണ്ടി അവർ പലപ്പോഴും വീടുകൾ മാറി താമസിച്ചിട്ടുണ്ട്, ആളുകളുടെ ആട്ടും തുപ്പും ഏറ്റിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ മലബാറിലും അതേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെ കൂക്കിപ്പായിക്കാനും ആട്ടി ഓടിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ കവലകളിൽ ഇരിക്കുമായിരുന്നു. അത്ര അങ്ങാടിയൊക്കെ ഇല്ലേ, അങ്ങാടി, ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ കുറെ ആളുകൾ കൂടിയിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളെ പുച്ഛിക്കാനും, സ്കൂളിൽ പോകുന്ന കുട്ടികളെ കളിയാക്കാനും, കൂക്കി വിളിക്കാനും, കല്ലെറിയാനും ഒക്കെ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു സൈഡ് മാത്രമാണ് കേട്ടോ. സ്കൂളിൽ പോവാന്ന് പറയുന്നത് മോശപ്പെട്ടെന്നുള്ള വിചാരം ഉണ്ടായിന് കാലം. അങ്ങനെ ഹലീമ ബീവി പഠിച്ചു. ഹലീമ ബീവി പഠിച്ചു എന്ന് മാത്രമല്ല, ഹലീമ ബീവി 20ാം വയസ്സിൽ, അവരുടെ 20ാം വയസ്സിൽ, എനിക്ക് ഉറപ്പാണ് 20 വയസ്സിലേക്ക് എത്തുന്ന ഒരുപാട് കുട്ടികൾ ഇതിനകത്തുണ്ട്. 20ാം വയസ്സിൽ നമ്മളൊക്കെ ഡിഗ്രി കഴിയാറായോ, ഇനി പഠിക്കണോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ JNU ആണോ അതോ അപ്പുറത്ത് വേറെ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി മതിയോ എന്നൊക്കെ ആലോചിക്കുന്ന, ഉപരിപഠനത്തിന്റെ സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്ന കാലത്ത് ഹലീമ ബീവിയുടെ 20ാം വയസ്സിൽ അവർ ഒരു ദിനപത്രമായിട്ടല്ല, ഒരു പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങുകയും ഒരു ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ഞാനിങ്ങനെ ഏറുനിർത്തി പറയുന്ന കഥയല്ല കേട്ടോ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാത്രം നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു കാര്യമാണെങ്കിൽ കൂടി ഇതൊന്നും ഇതുവരെ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കഥകളുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഞങ്ങളെ നാട്ടുകാരിയായിട്ടുള്ള നൂറയും അതുപോലെ ഞങ്ങളെ സുഹൃത്തുക്കളായിട്ടുള്ള നൂർജഹാനും, ഇങ്ങനെ 2 സ്ത്രീകൾ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ പോയി അവരൊരു പുസ്തകം എഴുതിയുണ്ടാക്കി. ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് മാത്രം ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ആഴ്ചപ്പതിപ്പ് ഉണ്ടാക്കാൻ ഹലീമ ബീവിക്ക് സാധിച്ചു. ഏത് കാലത്താണ്? കുട്ടികൾ പഠിക്കരുതെന്ന് പറയുന്ന കാലത്ത് ഒരാഴ്ചപ്പതിപ്പ് ഉണ്ടാക്കുന്ന, പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങുന്ന, പിന്നീട് നിരന്തരമായിട്ട് അന്നത്തെ ഏറ്റവും ആധുനികമായ വാർത്താവിനിമയ ഉപാധി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇത്തരത്തിലൊരു പബ്ലിഷിംഗ് ഹൗസിലൂടെ, അവരുടെ ആഴ്ചപ്പതിപ്പിലൂടെ നിരന്തരമായിട്ട് അവർ ആളുകളോട് സംവദിച്ചുകൊണ്ടിരുന്നു, പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവർ കഥ പറഞ്ഞുകൊണ്ട് നാട്ടിൽ നീളെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവര് മുസ്ലിം സ്ത്രീകളോടും വിശിഷ്യ സ്ത്രീകളോടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്?
നമ്മൾ നവോത്ഥാന പ്രക്രിയയിൽ ഭാഗമാവേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ മുകളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കാം. ഞാൻ പറഞ്ഞത് ഹലീമ ബീവി എന്ന് പറഞ്ഞൊരു പെണ്ണിൻ്റെ കഥയെക്കുറിച്ചല്ലേ. എന്ന് വെച്ചാൽ പഠിക്കാൻ അവസരമില്ലാതിരുന്ന കാലത്ത് ഒരാൾക്ക് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ വെറുതെ കിട്ടുന്നതല്ലല്ലോ ഒന്നും, പഠിപ്പിക്കണമെന്ന് ഒരു ഉമ്മ നിശ്ചയദാർഢ്യം ചെയ്തപ്പോൾ കേരളത്തിൽ എത്ര മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ പത്രാധിപരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ, ഒരുപാട് വെറ്റേറിയൻസ് ആയിട്ടുള്ള ഒരുപാട് വലിയ ആളുകളെയൊക്കെ വെല്ലുവിളിക്കും വിധത്തിലുള്ള ഒരു നിശ്ചയദാർഢ്യം കാണിക്കുകയും വളരെ കണ്ടന്റഡ് ആയിട്ടുള്ള ഒരുപാട് മാഗസിൻസ്, ആഴ്ചപ്പതിപ്പുകൾ പുറത്തിറക്കുകയും പിന്നീട് ദിനപത്രമാക്കി വികസിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ അത്രയും കണ്ടന്റഡ് ആയിട്ടുള്ള പേപ്പർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഹലീമ ബീവി മാത്രമായിരിക്കും. ഓർക്കണം, പഠിക്കരുത്, മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ തിട്ടൂരമുള്ള കാലത്തൊരു മുസ്ലിം സ്ത്രീ നേടിയ ഒരു വലിയ വിപ്ലവാത്മകമായ നവോത്ഥാനത്തിന്റെ കഥയാണ് ഹലീമ ബീവിയുടെ ചരിത്രം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. പക്ഷെ ഹലീമ ബീവിയുടെ ചരിത്രം അവിടെ നിർത്തിയാൽ പോരാ. ഹലീമ ബീവിയുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ കൗതുകം കൊള്ളിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മളെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്ന, നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർക്കി ഇണക്കുന്ന ഒരു കണ്ണിയുണ്ടല്ലോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ കണ്ണി. ആ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയത്തിന്റെ കണ്ണിയിൽ ഒരു അംഗം തന്നെയായിരുന്നു ഹലീമ ബീവി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ തിരുവല്ല താലൂക്ക് സെക്രട്ടറി ആയിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഹലീമ ബീവി. താലൂക്ക് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് ഒരു റിസർവ്ഡ് പോസ്റ്റ് ഒന്നും അല്ല. കേരളത്തിൽ ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന സ്ത്രീയും ഹലീമ ബീവിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു റിസർവ്ഡ് അല്ലാത്ത ജനറൽ പോസ്റ്റിൽ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് വരെ ഇരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഹലീമ ബീവി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ മുസ്ലിം ലീഗിനോ നമ്മൾക്കോ സമുദായത്തിനോ വേണ്ടി മാത്രം ഉദാഹരണമായവരല്ല. ആ സ്ത്രീകൾ എന്ന് പറയുന്നത്
കേരളത്തിന് ഇന്നും അത്ഭുതം കൂറാവുന്ന തരത്തിൽ വിപ്ലവം ഉണ്ടാക്കിയ, നവോത്ഥാനം സൃഷ്ടിച്ച, നിരന്തര പ്രയത്നം നടത്തിയ ഒരുപാട് ആളുകളുടെ തുടർച്ചയാണ്. ആ ആളുകളുടെ തുടർച്ചയായിക്കൊണ്ടാണ് ഗേൾസ് മീറ്റിൽ നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അവര് നയിച്ച മുസ്ലിം ലീഗിന്റെ ബാക്കിയായിക്കൊണ്ട് തന്നെയാണ് നമ്മളും സംസാരിക്കുന്നത്. ഹലീമ ബീവി എങ്ങനെ താലൂക്ക് സെക്രട്ടറി ആയി എന്ന ചോദ്യത്തിന് വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു ഉത്തരം എന്ന് പറയുന്നത്, അന്നത്തെ താലൂക്ക് കമ്മിറ്റിയിൽ നമ്മളൊരു വോട്ടെടുപ്പിലൂടെയാണല്ലോ നേതൃസ്ഥാനത്തേക്ക് ആളുകളെ എടുക്കുക. അന്നത്തെ താലൂക്ക് കമ്മിറ്റിയിൽ ആരാണ് നേതൃസ്ഥാനത്തേക്ക് വരേണ്ടത് എന്ന ചോദ്യത്തിന് കുറേ പേര് വോട്ട് ചെയ്തത് ഹലീമ ബീവിക്ക. അതെന്തുകൊണ്ടാണ്? ആ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു അത്രേ. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ അത്രയും കൂടുതൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നില്ലേ? അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതിൻ്റെ തുടർച്ചയാവാനാണ് നമ്മൾ സംസാരിക്കേണ്ടത്. സീതി സാഹിബൊക്കെ പാർട്ടിയെ ലീഡ് ചെയ്ത കാലത്ത്, സീതി സാഹിബ് ഇവിടെ ചന്ദ്രിക ദിനപത്രത്തെക്കുറിച്ച് സംസാരിച്ച കാലത്ത് ഭാരത ചന്ദ്രിക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പത്രത്തെക്കുറിച്ച് സംസാരിച്ചയാളാണ് ഹലീമ ബീവി. ഒരേ കാലത്ത് അത്രയും മനോഹരമായി രാഷ്ട്രീയം പറഞ്ഞ, അത്രയും മനോഹരമായി രാഷ്ട്രീയം പറയുന്നവർ ഈ പാർട്ടിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച നേതാക്കന്മാരുള്ള ഒരു മനോഹരമായ കാലം. ആ കാലത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് നമ്മൾ സംസാരിക്കണം. ഹലീമ ബീവിയിൽ നിന്ന് തുടങ്ങിയത് ഒരു ഹലീമ ബീവിയിലേക്ക് ഇത് ഒതുക്കാനല്ല, ഒരുപാട് ആളുകളിലേക്ക് ഇത് പകരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സീതി സാഹിബിനെ കുറിച്ച് യാദൃശ്ചികമായി പറഞ്ഞു പോയതല്ല, ഇന്റൻഷനലി പറഞ്ഞതാണ്. കാരണം നമ്മളടങ്ങുന്ന, നമ്മളെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളിലൂടെ, അവർ സ്വയമേ വിജ്ഞാനം നേടുന്നതിലൂടെ, അവർ നേടിയ വിജ്ഞാനം ഈ നാടിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ളതിലൂടെ ഇവിടെ ഒരു മാറ്റം സാധ്യമാണ് എന്ന് സ്വപ്നം കണ്ട നേതാക്കന്മാരുള്ള, വിഷണറീസ് ഉള്ള ഒരു പാർട്ടിയുടെ കീഴിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വിഷണറീസ് തന്നെയാണ് പറയേണ്ടത്. സീതി സാഹിബിനെ കുറിച്ച് നിങ്ങൾ വായിക്കണം. ഇതാരെങ്കിലും പറയുന്ന കഥ കേട്ട് നമ്മൾ കാതുകൾ അടഞ്ഞിരിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളോ ബ്രെയിനോ അവിടെ അടച്ചു വെക്കാനുള്ളതല്ല. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കണ്ണുകളും കാതുകളും കൈകളും കാലുകളും എന്ന് പറയുന്നത് നിരന്തരം ചലിപ്പിക്കേണ്ടതാണ്. എന്തിനു വേണ്ടി ചലിപ്പിക്കേണ്ടതാണ്? പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കേണ്ടതാണ്. ഏത് തരത്തിലാണ് പ്രൊഡക്റ്റീവ് ആവേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റീവ് ആവണം. നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രൊഡക്റ്റീവ് ആവണം. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനും സമുദായത്തിനും ഈ നാടിനും വേണ്ടി പ്രൊഡക്റ്റീവ് ആവണം. നിങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങൾ വെറുതെ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായ വിത്തുകളുമല്ല. നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബയോളജിക്കലി ഒരു പക്ഷെ നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതിന് അവകാശികൾ കുറവായിരിക്കും. പക്ഷെ നമ്മൾ നേടി വന്നിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പ്രയത്ന ഫലമാണ്. ആ പ്രയത്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി ഭാവിയിൽ ഈ നാട്ടിൽ ഉണ്ടാവണമെന്ന് സ്വപ്നം കണ്ട ഒരുപാട് ആളുകളുടെ പ്രയത്ന ഫലമായിട്ടാണ്. എ വി ഹാജി ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു പക്ഷെ തിരുവള്ളൂരിൽ അല്ലെ ഈ നാട്ടിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങളടക്കമുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഉന്നമനത്തിലേക്കുള്ള ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ വഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഈ സീതി സാഹിബിനെയും CH-നെയും ഒന്നും മറന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം വളരെ ഭയങ്കരമായിട്ട് അപകടത്തിലുണ്ടായിരുന്ന, അപകടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞൊരു നാട്ടിൽ നിന്ന് നമ്മളൊക്കെ ഈ രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കും അവരുടെ പാർട്ടിക്കും അവരുടെ നേതാക്കന്മാർക്കും ഭീഷണിയാവുന്ന രൂപത്തിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടിലെ പെൺകുട്ടികളുടെ കരുത്ത് ചില്ലറയല്ല. ഒരു പക്ഷേ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, നിങ്ങൾ ഇന്ത്യയുടെ മറ്റൊരു ദേശത്തേക്ക് പോയി നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി നോക്കുക. മലയാളി പെൺകുട്ടികളുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്. മലയാളി പെൺകുട്ടികൾ ഇത്രയധികം നാഷണൽ യൂണിവേഴ്സിറ്റീസിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്തിയ വഴികൾ 2-3 ദിവസം കൊണ്ട് വെട്ടിത്തെളിച്ചുണ്ടായതുമല്ല, കുറേയധികം കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നതാണത്. ഈ ഒരു സ്ലോ പ്രോസസ്സിങ്ങിന്റെ ഏറ്റവും ഭംഗി എന്താന്ന് വെച്ചാൽ ഭയങ്കര കോറായിട്ടുള്ള കണ്ടന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. ഒരുപാട് കാലത്തെ പ്രയത്നത്തിലൂടെ വളർന്നു വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായി വന്നിട്ടുള്ളതാണ്.
ആ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാവാൻ ശ്രമിക്കേണ്ടവരുമാണ്. പ്രിയമുള്ളവരെ, നമ്മളാരും പഴയ കാലത്തിനെ കുറിച്ച് സംസാരിക്കുകയും പഴയ കാലത്തിൽ സ്റ്റെക്കാവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലല്ലോ. മുൻപോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മുൻപോട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് നിരന്തരമായി ആലോചിക്കുന്ന ആളുകളാണ്. നാളെയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സ്വപ്നങ്ങളുള്ള ആളുകളാണ്. ആ സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് വിടർത്തേണ്ടതുണ്ട്. പക്ഷേ യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യ. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എത്രമേൽ മലീമസമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? രാഷ്ട്രീയ സാഹചര്യം അത്രയും ആശാവഹമാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നെഗറ്റീവ് ന്യൂസ് കേട്ടുകൊണ്ട് നമുക്ക് അതിജീവിക്കേണ്ടതായി വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുക എന്നുള്ളതും കൂടി ഭാവി ഉണ്ടാവുക എന്നുള്ളതിന് വലിയൊരു ആവശ്യമാണ്. ഭാവി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇല്ലാതാവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം എന്നുകൂടി ചിന്തിച്ചുകൊണ്ടാവണം മുന്നോട്ട് പോവേണ്ടത്. ആണോ? നിങ്ങൾ എന്ത് ചെയ്യുന്ന? 9 ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ +1ലും +2ലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ നാട് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഈ ഹോളിവുഡിലൊക്കെ സിനിമകളൊക്കെ കാണാറില്ലേ? ചിലപ്പോൾ ഈ സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ ഇല്ലേ 2022 കുറിച്ച് പണ്ട് കാണിച്ചത്, അല്ലെങ്കിൽ 2030 കുറിച്ച് 40 കുറിച്ച് ഇപ്പൊ കാണിക്കുന്നത് കാണാറുണ്ടോ? അത് കാണണമെന്നല്ല, അത് കാണണോ വേണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. പക്ഷെ ഭയങ്കര സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും എന്നൊക്കെയുള്ള കുറെ നോവൽസിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ഭാവി എന്തായിരിക്കും, ടെക്നോളജിക്കലി എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പക്ഷെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വലിയൊരു ടെക്നോളജിയിലേക്കൊക്കെ നമ്മൾ മാറുന്നുണ്ടാവും. പണ്ട് ആലോചിക്കാൻ പറ്റൂലല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കാറ്റിങ്ങനെ വരണമെന്ന് ആലോചിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ വരുന്നു. വെറുതെ സ്വിച്ച് ഇട്ടാൽ പോരെ, ഫാൻ വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, AC ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ഒരു പക്ഷെ ഇനി വരുന്ന കാലത്ത് നമുക്കിപ്പോൾ ഊഹിക്കാൻ പോലും ആവാത്ത ടെക്നോളജികൾ കടന്നു വന്നേക്കാം. നമ്മൾ ഈ ജീവിക്കുന്ന ഇക്കാലത്ത് തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികൾ വരുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അഥവാ നമ്മൾ മെസ്സേജുകൾ അയച്ചാൽ അപ്പുറത്ത് മെസ്സേജ് കിട്ടുകയും, നമ്മൾ ചിത്രങ്ങൾ അയച്ചാൽ അപ്പുറത്ത് ചിത്രങ്ങൾ കിട്ടുകയും, നമ്മൾ ശബ്ദ സന്ദേശം അയച്ചാൽ അപ്പുറത്ത് ശബ്ദ സന്ദേശം കിട്ടുകയും മാത്രമല്ല, നമ്മുടെ വികാരങ്ങളെ കൂടി നിയന്ത്രിക്കാൻ പറ്റുന്ന, നമ്മുടെ ചിന്തകളെ കൂടി നിയന്ത്രിക്കാൻ പറ്റുന്ന ചില സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിപ്പോഴേ നമുക്ക് വാർത്തകളിൽ മനസ്സിലാക്കാം. ഒരു പക്ഷെ ടെക്നോളജിക്കലി വലിയ ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള വലിയ മാറ്റങ്ങളുള്ള ഒരു കാലത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ടെക്നോളജി മാത്രം മാറിയാൽ മതിയോ? ടെക്നോളജി മാത്രം മാറിയാൽ മതിയോ? അതിലും വലിയ മാറ്റങ്ങൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലോ സാഹചര്യങ്ങളിലോ ഉണ്ടാവേണ്ടതില്ലേ? ബഹുമാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വേദിയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നിസാർ സാറിൻ്റെ ഒക്കെ മനോഹരമായിട്ടുള്ള ക്ലാസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 2 പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ടെക്നോളജിക്കലി നമ്മൾ ഒരുപക്ഷെ ഇപ്പം ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തിയേക്കാം. പക്ഷെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും നമ്മൾ നിലനിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. നമ്മുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ഐഡിയോളജിയെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഒക്കെ ഇങ്ങനെ നമ്മുടെ മേൽക്ക് കൂരമ്പുകളുമായിട്ടൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലാണത്? അത് നമ്മുടെ ബോധ്യമില്ലായ്മയാണ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലാതാവുമ്പോഴാണ് സംശയങ്ങൾ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്മൾ ആരാണ് എന്ന ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ, ഞാൻ ഇന്നയാളാണ്, എൻ്റെ വിശ്വാസങ്ങൾ ഇപ്രകാരമാണ്, എൻ്റെ ശരികൾ ഇപ്രകാരമാണ്, എൻ്റെ രാഷ്ട്രീയം ഇതാണ്,
ഞാൻ ഇന്നതിൽ വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ ബോധ്യത്തിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു പക്ഷെ ഒരാളൊരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, ആ കൺഫ്യൂഷന്റെ അകത്ത് കുടുങ്ങി പോകാനുള്ളതല്ല നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്, നമ്മൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനപ്പുറത്തുള്ള ഒരു ഉറപ്പാണ്. ഐ നോ ഹു ഐ ആം എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ നേരിടാനുള്ള കരുത്തുണ്ടാകുന്ന വിധത്തിൽ നമ്മൾ പവർഫുൾ ആവുന്നുണ്ട്. ആ പവർഫുൾ ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള നിങ്ങളിലേക്കാണ് നിങ്ങൾ വളരേണ്ടത്. ആ കോൺഫിഡൻസിലേക്ക് വളർത്താനാണ് ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഹരിതയെ പോലെയുള്ള, വനിതാ ലീഗിനെ പോലെയുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കുന്നത്. ആ കോൺഫിഡൻസിലേക്ക് നമ്മൾ വളരണം. എ.വി. ഹാജി പൊളിറ്റിക്കൽ സ്കൂള് ഒരു പക്ഷേ മുന്നിൽ വെക്കുന്ന സിലബസ് അതായിരിക്കും. ആ കോൺഫിഡൻസിലേക്ക് നമ്മളെ വളർത്താനുള്ളതാണ്. ഞാൻ മുസ്ലിം ആണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനൊരു ഇന്ത്യനാണ്, ഞാനൊരു കേരളൈറ്റാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതെന്റെ ബോധ്യമാണ്, അല്ലെങ്കിൽ ഇതെന്റെ വിശ്വാസമാണ്, ഇതെന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് വളരുക എന്നുള്ളത് ഭയങ്കര സ്ട്രഗ്ലിംഗ് പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് പോലും പെൺകുട്ടികൾ എത്രമാത്രം പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണമോ എന്നൊക്കെ കുറെ ആളുകൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്, അല്ല, ഞങ്ങൾ പഠിക്കണമെന്നും ഞങ്ങൾ ഈ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നും ഞങ്ങളുടെ നേതാക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ നേതാക്കളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട സാമൂഹിക സാഹചര്യം ഒരുക്കി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വളരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിൽക്കുക ഞങ്ങളുടെ ശരിയാണ് എന്ന് ഉറച്ചു പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതിന് ഹരിതയുടെ പെൺകുട്ടികൾക്ക് പറ്റണം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിലെ, നമ്മുടെ ഇടയിലെ പെൺകുട്ടികൾക്ക് പറ്റണം. ആ ഉറച്ച ബോധ്യത്തിലേക്ക്, കോൺഫിഡൻസിലേക്ക് നമ്മൾ വരണം. എന്തിനാണ് നമ്മൾ അപകർഷതാബോധം പേറുന്ന ആളുകളായിക്കൊണ്ട് മാറുന്നത്? മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം കൊടുക്കുന്ന, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ മാത്രം വിനിയോഗിക്കപ്പെട്ട ആളുകളായിക്കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ചൂടെ? പക്ഷെ അതിന് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആദ്യം ഉണ്ടാവേണ്ട അർഹത എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക എന്നുള്ളത്. മനസ്സിലാവാത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലാവാത്തൊരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ക്ലാസ്സുകൾ മനസ്സിലാവണം, ബേസിക് മനസ്സിലാവണം. ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളൊരു വ്യക്തിയല്ല. ഇതിലിരിക്കുന്ന ഏതൊരു പെൺകുട്ടിയാവട്ടെ, നിങ്ങൾ ഒരാളല്ല. പക്ഷെ നിങ്ങൾ രാവണന്റെ തല പോലെ 10 തലയുള്ള ഏതെങ്കിലും മറ്റൊരു അസ്തിത്വമാണ് എന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനപ്പുറത്ത് നിങ്ങളൊരു എക്സാമ്പിളാണ്, നിങ്ങളൊരു മോഡലാണ്. ആർക്ക്? നിങ്ങളുടെ അടുത്ത് വരുന്ന തലമുറക്ക് നിങ്ങളൊരു മോഡലാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന തലമുറക്ക് നിങ്ങളൊരു പാഠപുസ്തകമാണ്. അങ്ങനെ ആവണമെന്ന് ഈ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആയേ തീരൂ എന്ന് ഈ രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ എന്നുള്ളതിൽ നിങ്ങളുടെ വായന പടരണം. ഞാൻ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു പോകാനല്ല വന്നത്. എനിക്ക് ഈ സദസ്സിന് മുന്നിലിടാനുള്ള ഒരേ ഒരു പോയിന്റ്, നിങ്ങളുടെ വായനകൾ വിശാലമാവണം എന്നുള്ളതാ. അത് എല്ലാ തരത്തിലും വായനകൾ വിശാലമാവണം. പുസ്തകങ്ങൾ വായിക്കുക, നിങ്ങളുടെ ഒരു സിലബസിനപ്പുറത്തുള്ള പുസ്തകങ്ങൾ വായിക്കുക, രാഷ്ട്രീയത്തെ പറ്റി നിങ്ങൾ റിസർച്ച് ചെയ്യുക, നമ്മൾ ജീവിക്കുന്ന നാടിനെ കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യുക, ഇതിന്റെ ചരിത്രം പഠിക്കുക, നിങ്ങളുടെ വായന വിശാലമാക്കുക. വായിക്കണം. പത്രമെങ്കിലും വായിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവണം. പത്രം വായിക്കേണ്ടെന്ന ആവശ്യമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ ന്യൂസും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആധികാരികമായ വാർത്തകൾ തേടി പിടിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. ഇത് പണ്ട് വർഷങ്ങൾക്ക് മുൻപേ CH-MSFകാരോട് പറഞ്ഞ വാക്കുകളാണ്. CH-MSFകാരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം എന്നാണ്. നിങ്ങൾ മലയാളം മാത്രമല്ല ഇംഗ്ലീഷിലുമുള്ള പുസ്തകങ്ങൾ വായിക്കണം. ലോക വിവരമുള്ളവരായി മാറണം. അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ വിഷയത്തിലും ധാരണയുള്ളവരായി മാറണം. നിങ്ങളൊരു നല്ല MSFകാരനായി അല്ലെങ്കിൽ നല്ല MSFകാരിയായി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊടിപിടിക്കാൻ പ്രാപ്തയായി എന്നുള്ളതല്ല. നിങ്ങൾ വളരെ കണ്ടന്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി എന്നുള്ളതായിരിക്കണം. അതിലേക്കാണ് നമ്മൾ വളരാൻ ശ്രമിക്കേണ്ടത്. അതിലേക്കാണ് പൊളിറ്റിക്കൽ സ്കൂൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതിലേക്കാണ് നമ്മൾ പെൺകുട്ടികൾ എത്തിച്ചേരേണ്ടത്.
ആ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നമ്മളെ ഒരു പക്ഷേ ഒരു മാർക്ക് ജിഹാദ് പ്രസ്താവനകൾക്കും ആരോപണങ്ങൾക്കും തളർത്താൻ സാധിക്കില്ല. ആ വിശ്വാസങ്ങളിലേക്ക് വളരുന്ന ആ തരത്തിൽ നല്ലൊരു MSFകാരിയാവുന്ന ഒരു പെൺകുട്ടിയെ തളർത്താൻ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കേവല വർഗീയ ആരോപണങ്ങൾക്ക് സാധിക്കില്ല. നമ്മളെ കാണുമ്പോൾ, തട്ടമിട്ടവരെ കാണുമ്പോൾ, അടയാളങ്ങൾ പേറുന്നവരെ കാണുമ്പോൾ ഇതെന്തൊരു ബാധ്യതയാണ് നിനക്ക് എന്ന് ചോദിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ മൈൽഡ് ആയിട്ടുള്ള വിഷത്തിന് നിങ്ങളെ കീഴടക്കാൻ സാധിക്കില്ല, നമ്മളെ കീഴടക്കാൻ സാധിക്കില്ല. അത് തട്ടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കണം. MSF ക്യാമ്പസുകളിൽ കൊടുക്കുന്ന മുദ്രാവാക്യം എന്താണ്? MSF ക്യാമ്പസുകളിൽ കൊടുക്കുന്ന മുദ്രാവാക്യം ഏതെങ്കിലും തരത്തിൽ വളരെ ആകർഷണീയമായിട്ടുള്ളൊരു ഡയലോഗൊന്നും അല്ലല്ലോ. അത് വളരെ വിരസമെന്ന് തോന്നാവുന്ന ഒരു ഡയലോഗാണ്. നമ്മുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക എന്നാ. എന്തൊരു ഒറ്റ കേൾവിയിൽ എന്തൊരു വിരസമായി തോന്നുന്ന ഒന്നാണത്. പഠിക്കുക, പഠിക്കുക എന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ രണ്ടാമതും മൂന്നാമതും പഠിച്ചുകൊണ്ടിരിക്കണത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. പക്ഷെ അതാണ് MSF അതിൻ്റെ രാഷ്ട്രീയ വിദ്യാർത്ഥികളോട് പറയുന്നത്, നമ്മളോട് പറയുന്നത് പഠിക്കുക. ആ പഠനം വിശാലാർത്ഥത്തിലുള്ളതാവുക. ആ പഠനം നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ച് കൂടി പഠിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവുക. ഞാനൊരു പെൺകുട്ടിയാന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റണം, യെസ് ഐ ആം എ ഗേൾ. ഞാൻ ഒരുപാട് തടങ്കലുകളിൽ അടക്കപ്പെട്ട ഒരാളാണ് എന്നുള്ള അപകർഷതാ ബോധത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റണം, യെസ് ഐ ആം എ ഗേൾ. നമ്മൾക്ക് ചരിത്രം കൽപ്പിച്ചു നൽകിയ വലിയ വിധി വിലക്കുകളെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രാപ്തമാക്കിയ ഈ രാഷ്ട്രീയ ഐഡിയോളജി ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പറയണം, യെസ് ഐ ആം എ ഗേൾ. അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഉറപ്പുണ്ട് മറ്റു രാഷ്ട്രീയ സംഘടനകളിലൊക്കെ പെൺകുട്ടികൾക്ക് ഒരു പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കേവല ചിത്രങ്ങൾക്കപ്പുറത്ത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്ന് വെച്ചാൽ അങ്ങനെ സാധിക്കില്ല എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതാണ് എങ്കിൽ പോലും, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജിയെ കുറിച്ച് കൂടി ഈ സദസ്സിൽ കൂടി ഇരിക്കുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ഒപ്രസ്ഡ് ക്ലാസിന്റെ കൂടെ നിൽക്കുന്ന ഐഡിയോളജിയാണ്, ആശയമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേരിൽ, ഒരു ആശയത്തിന്റെ പേര്, ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകൾ ചേരുമ്പോഴാണ് അതൊരു ആൾക്കൂട്ടമാവുന്നതും അതൊരു പാർട്ടി ആവുന്നതും ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കൊണ്ട് നിൽക്കുന്നതും. ആ ആശയം മുന്നോട്ട് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഒപ്രസ്ഡ് ക്ലാസ്സിൽ ശബ്ദമില്ലാതായി പോകുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാ, ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാ, ന്യൂനപക്ഷങ്ങൾ സംഘടിക്കുക എന്നുള്ളതാ. ആരാണ് ന്യൂനപക്ഷം എന്നുള്ളതിന്റെ വൈഡർ ടേം? അത് നമ്മൾ കൂടിയാണ് എന്നുള്ളതാ. ഒരു പക്ഷേ രാഷ്ട്രീയ മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോബുകളിലോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ കൂടുതലായി പ്രത്യക്ഷപ്പെടാൻ സാഹചര്യങ്ങളില്ലാത്ത നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾ കൂടിയാണ്, നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾ കൂടിയാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷം. നിങ്ങൾക്ക് വേണ്ടി പിറവി കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നമ്മളെ സംരക്ഷിക്കാൻ അർഹതയുള്ള കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് ആ പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ വെരി ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാ, നമ്മളെപ്പോലെയുള്ള ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാ. അതിതിന്റെ ഭരണഘടന പോലും പറയുന്ന ഒരു സാധന, ഈ പാർട്ടിയുടെ ഭരണഘടന പോലും പറയുന്ന ഒരു സാധനമാണ് പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് സാമൂഹികമായും രാഷ്ട്രീയമായും ഉന്നമനത്തിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ആ സാധ്യതകൾ ഒരുക്കി തരാൻ ഇവിടെ ഒരു പാർട്ടി വില്ലിംഗ് ആണ്. ആ സാധ്യതകൾ ഒരുക്കി തരാൻ ഒരു സമൂഹം വില്ലിംഗ് ആണ്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വളരാൻ നമ്മൾ കൂടി വില്ലിംഗ് ആയാൽ മതി. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ വളരേണ്ടത് ഈ ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മൾ വളരുന്നത് സ്വപ്നം കണ്ട ആളുകളുടെ ഊർജത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അവരുടെ സ്വപ്നത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇനി മുന്നോട്ട് പോവേണ്ടത് നമ്മൾ സ്വയം എക്സാമ്പിളുകളായി മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെയും നിങ്ങളുടെ കുടുംബത്തിലെയും നിങ്ങളുടെ സറൗണ്ടിങ്സിലെയും ഏറ്റവും മികച്ച റോൾ മോഡലായി മാറിക്കൊണ്ടാണ് ഇനി മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെ ഒരു റോൾ മോഡൽ ആയിക്കൊണ്ടാവുമ്പോൾ
അത് ധാർമ്മികത വെടിയാത്ത, അത് ശക്തി വെടിയാത്ത, അത് കോൺഫിഡൻസ് ഉള്ള, അത് സാമൂഹിക പ്രശ്നങ്ങളോട് നിരന്തരമായി സംവദിക്കുന്ന, സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള തെറ്റുകളോട് നിരന്തരം കലഹിക്കുന്ന ഒരു ശക്തിയായി മാറണം. ആ ശക്തിയാവാനാണ് ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഒരു കൂട്ടായ്മയായിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങളും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വായനകളെ വിശാലമാക്കുക. വായന ഒറ്റ വായനയിൽ നിർത്താനുള്ള വായനയാവരുത്. വരികൾ വായിക്കുക, വരികൾക്കിടയിലും വായിക്കുക, ആശയത്തെ ഉൾക്കൊള്ളുക, ഏറ്റവും മികച്ച ആശയത്തെ ഉൾക്കൊള്ളുക, അതിൽ പറയുന്ന കണ്ടന്റിന്റെ കോറിനെ നിങ്ങൾ ഉൾക്കൊള്ളുക, അതിനെ നിങ്ങളുടെ മൈൻഡിലിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുക. പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള ശരികളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എഴുതി വെക്കപ്പെട്ടതെല്ലാം അന്ധമായി ഉൾക്കൊള്ളുന്നവരാവരുത് നമ്മളാവരും. എഴുതി വെക്കപ്പെട്ട ചരിത്രങ്ങളൊക്കെ ഭയങ്കര ബയാസ്ഡ് ആയിട്ടുള്ള ചരിത്രങ്ങളാണെന്ന് അറിയാവുന്നവരാ നമ്മള്. നിഷ്പക്ഷമായിട്ടുള്ള ചരിത്രങ്ങൾ ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ്. അതുകൊണ്ട് നിഷ്പക്ഷ വായനയ്ക്ക് തയ്യാറാവുക. നിങ്ങൾ വായിക്കുന്നതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട്, അതിലെ ശരികളെ എടുത്തുകൊണ്ട്, അതിനെ ഭാവിയിലേക്ക് ഉപകാരപ്പെടും വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കൂടുതലായി സംസാരിക്കുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. ബഹുമാനപ്പെട്ട സ്പീക്കേഴ്സ് ഒക്കെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ കാത്തിരിക്കുകയാണ്. അവരുടെ വാക്കുകൾക്ക് ചെവി നൽകുക. എന്തെങ്കിലും കാര്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുക. അവസാനിപ്പിക്കുന്നു. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും.